വെൽക്കം ടു ജാസസ് ഫുഡ് ബുക്ക്. നമുക്ക് ഉണക്കച്ചെമ്മീൻ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പച്ചമാങ്ങയൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന ഉണക്കച്ചെമ്മീൻ ചമ്മന്തി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 ഉണക്കമുളക്, അതേപോലെ തന്നെ ഒരു 4 ചെറിയുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ഒരു 1/4 കപ്പ് ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുത്താണ്ട്, പിന്നെ കല്ലുപ്പ്, പിന്നെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഉണക്കമുളക് അരച്ചെടുക്കാം. ഉണക്കമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചെടുക്കാം കേട്ടോ. ഉണക്കമുളകിന് പകരമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും ചേർക്കാം. അത് ഈ നമ്മുടെ ഈ ചെമ്മീൻ വറുക്കുന്ന സമയത്ത് ചെമ്മീനൊക്കെ നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ ഒക്കെ മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. അതും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു മുളകൊന്ന് അരച്ചെടുക്കാം. മുളക് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. എന്നാലും നമുക്ക് അരക്കാൻ എളുപ്പമാവുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു പച്ചമുളക്, പിന്നെ കല്ലുപ്പ്. കല്ലുപ്പൊക്കെ ചമ്മന്തിയിൽ ചേർത്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഉള്ളവർ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക, ഇല്ലാത്തവർ പൊടിയുപ്പ് ചേർത്ത് കൊടുക്കുക. പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. പച്ചമാങ്ങ പുളിക്കനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഫുള്ള് മാങ്ങ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഞാൻ പറയാം എന്തോരം എടുത്തു എന്നുള്ളത്. അപ്പോൾ പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള മാങ്ങ ഉണ്ട്, അപ്പോൾ കുറച്ച് ചേർക്കുന്നുള്ളൂ. നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഞാൻ വറക്കണ വീഡിയോ ഒന്നും കാണിച്ചില്ല കേട്ടോ. ചട്ടിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഉപ്പ് നോക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ സമയത്ത് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിത് മിക്സിയിലേക്ക് അടിച്ചെടുക്കാം കേട്ടോ. ഗ്രൈൻഡറിലിട്ട് അടിച്ചെടുക്കാം. ഇതെല്ലാം കൂട്ടിയിട്ട് ഗ്രൈൻഡറിലിട്ടിട്ട് ഒരൊറ്റടി എടുക്കാം. ഒരൊറ്റടിയിൽ അടിച്ചെടുക്കുക. പക്ഷേ അമ്മിയിലൊക്കെ അടിച്ചെടുത്തിട്ടുള്ള ചമ്മന്തിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് അതൊന്ന് വേറെ തന്നെയാണ്. അപ്പം അമ്മിയുള്ളവർ ചെയ്ത് നോക്കാം. ഇത് മാത്രം മതി ചോറിനാനായിട്ട്. അപ്പം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചമ്മന്തി ഇതിൽ നിന്ന് മാറ്റാം. അതിനുശേഷം ഈ അമ്മിയിലിഞ്ഞ് നല്ല ചൂട് ചോറിട്ട് കൊടുക്കാം. നമുക്ക് ഈ ചൂട് ചോറ് ഈ അമ്മിയിലിട്ടിട്ട് ഇങ്ങനെ കുഴച്ച് കുറച്ച് ചമ്മന്തി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ.
ഇങ്ങനെ കുഴച്ച് എടുക്കാം. അതുപോലെ എത്ര പേര് ഇതേപോലെ അമ്മിയിലൊക്കെ ചമ്മന്തി അരച്ചതിന് ശേഷം ഇങ്ങനെ നല്ല ചൂട് ചോറൊക്കെ ഇട്ടിട്ട് നിങ്ങളുടെ ഉമ്മയുടെ കയ്യിൽ നിന്ന് കഴിച്ചിട്ടുള്ളവർ എത്ര പേരുണ്ട്? കഴിച്ചിട്ടുള്ളവരൊക്കെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻ്റ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയണത് അതൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഒരു തവണയെങ്കിലും കഴിച്ചു നോക്കണം. ഒരു തവണയെങ്കിലും കഴിച്ചിട്ടുണ്ടാവാതിരിക്കില്ല. കഴിച്ചിട്ടില്ലാത്തവരും ഇതേപോലെ ഒന്ന് കഴിച്ചു നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഈ ഒരു ടേസ്റ്റ് നമ്മൾ ഏതൊരു ഹോട്ടലിൽ പോയി കഴിച്ചാലും കിട്ടൂല. ചമ്മന്തി എല്ലാം ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സി യു.